നമസ്കാരം. ഞാൻ സർവസ്നേഹി മൊയ്തീൻ ഷാ. ബഹുമാന്യർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിജയ ആശംസകൾ. ഒരു പ്രധാന കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം. അത് മറ്റൊന്നുമല്ല, അൻവർ പ്രവർത്തനവും തുടർചലനങ്ങളും സർവസ്നേഹി മൊയ്തീൻ ഷായെ സംബന്ധിച്ചിടത്തോളം അൻവർ ശത്രുവല്ല, അതിനുള്ള കാരണം കാണുന്നില്ല. അൻവർ മിത്രമല്ല, അതിനുള്ള കഴിവും കാണുന്നില്ല. പിന്നെ സാധാരണ ഒരു വ്യക്തി, ഒരു MLA. പക്ഷെ നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം എന്തൊക്കെയാണെന്ന് പലർക്കും അറിയാം. നല്ലതും ചീത്തയും ഉണ്ടാവും, അതൊന്നും വിലയിരുത്തുന്നില്ല, അത് കഴിഞ്ഞുപോയി. പക്ഷെ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ജനത, പ്രതിപക്ഷ പാർട്ടികളും LDFിലെ മറ്റ് ഇതര ഘടകകക്ഷികളും CPMൽ തന്നെ ബഹുഭൂരിപക്ഷം സഖാക്കളും അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അത് അൻവറിൻ്റെ മഹത്വം കൊണ്ടല്ല, അതൊരു സങ്കീർണമായ വിഷയം. പിണറായി സഖാവിന് പറ്റിയ വീഴ്ച, അദ്ദേഹം അറിഞ്ഞോ അറിയാതെ പെട്ടുപോയ ആ ദുർഘടാവസ്ഥ, ഇന്നൊരു മാറ്റം വരാൻ വേണ്ടിയാണ്. അതിന് പലരും പിന്തുണയ്ക്കുന്നുണ്ട്, രഹസ്യമായിട്ട് പരിചയമായിട്ട്. പക്ഷേ അൻവർ, നിങ്ങൾ പുറകിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നു, നിങ്ങൾ വെറുതെ പടക്കം മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് അതൊന്നും കൂടി വിഷയമല്ല. പക്ഷേ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ തികച്ചൊരു പുലിവാലാണ് പിടിച്ചിരിക്കുന്നത്. ഞാൻ 2 ആഴ്ച മുമ്പ് പറയണമെന്ന് ആഗ്രഹിച്ചാണ്, പിന്നെ നിരാശപ്പെടുത്താൻ ഏതല്ല. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി നയത്തിൽ നിൽക്കേണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് പലരോടും ദേഷ്യം തോന്നാം, വെറുപ്പ് തോന്നാം, ഇഷ്ടക്കുറവ് തോന്നാം. പക്ഷെ ജയശങ്കറിനെ കുറിച്ച് ഇന്ന് നിങ്ങൾ പറഞ്ഞത് തികച്ചും ജയശങ്കർ അത് കേൾക്കാൻ അർഹനാണ്. അക്കാര്യം യാതൊരു സംശയമില്ല. കാരണം സംഘപരിവാറിനെ വളർത്താൻ വേണ്ടിയാണ് ജയശങ്കർ ചെയ്യുന്നതെങ്കിലും അത് സംഘപരിവാർ വളർത്തല്ല. അത് ഞാൻ പറയട്ടെ, ഞാൻ സംഘപരിവാർ എതിരാളിയല്ല, പ്രശ്നാധിഷ്ഠിതമാണ് ഞങ്ങൾ. സംഘപരിവാർ നല്ല പറഞ്ഞാലും മുസ്ലിം ലീഗ് നല്ല പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കും. അതാണ് ഒരു പ്രശ്നാധിഷ്ഠിതമാണ്, അന്ധമായ വിരോധമില്ല. പക്ഷേ എങ്കിലും ഈ ഷാജഹാൻ്റെയും ജയശങ്കറിൻ്റെയും ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ധരിക്കുന്ന എന്താണോ അതിൻ്റെ വിപരീത ഫലമാണ് BJPക്കും RSSനും കിട്ടുന്നത്. അതുകൊണ്ട് മിസ്റ്റർ അൻവർ പറഞ്ഞ അതിനേക്കാൾ കൂടിയ ഭാഷയിൽ ജയശങ്കർ കേൾക്കാൻ അർഹനാണ്. പിന്നെ മാന്യത ഉള്ള ആരും പറയുന്നില്ല എന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ സമയത്ത് അത്രയും ഭാഷയൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. അൻവറിന് എന്നേക്കാൾ പണക്കാരാണ്, എന്നേക്കാൾ ഒരുപാട് വിദ്യാഭ്യാസം കാണിക്കും, പക്ഷെ ലോകപരിചയം കുറവാണല്ലോ, നിങ്ങളെക്കാൾ വളരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു മലം ചവച്ച് തുപ്പിയാൽ, മലം എന്ന് നിങ്ങൾ പറഞ്ഞ മലം, ആ ഭാഷ എടുക്കാം, മലം നമ്മൾ വായിലിട്ട് ചവച്ച് ഒരാൾ തുപ്പിയാൽ തുപ്പിക്കൊള്ളുന്നേക്കാൾ കഷ്ടപ്പാട് ചവക്കുന്നില്ലേ? അപ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉള്ള ഒരു അനിഷ്ട വാക്കുകളും വരാൻ പാടില്ല. കാരണം അതിൻ്റെ അപകടം വളരെ വലുതാണ്. നിങ്ങൾ പിടിച്ച പുലിവാൽ എന്ന് പറഞ്ഞാണല്ലോ, അതിൽ ജാതീയത വരുന്നു, അത് രാഷ്ട്രീയം വരുന്നു, അതിൽ പ്രാദേശികം വരുന്നു. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഹാലെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ മലപ്പുറത്തുകാരാണ്, നിലമ്പൂർ എന്ന് മലപ്പുറം ജില്ലയിൽപ്പെട്ടാണല്ലോ. നിങ്ങൾ മുസ്ലിം നാമധാരിയാണ്, മുസ്ലിമാണ്, നിങ്ങൾ LDFിൻ്റെ അനുഭാവിയാണ്. അപ്പോൾ ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ നിങ്ങൾ എടുത്തിട്ട വിഷയം അത്ര ചെറുതല്ല. നിങ്ങൾ എതിർക്കാൻ ഞാൻ എന്ത് പറഞ്ഞില്ലേ, ഈ പോപ്പുലർ ഫ്രണ്ടുകാരോട് പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങൾ അവസാനം കടലിൽ തിരയുണ്ടായാൽ കരയിൽ അവസാനിക്കുന്നത് പോലെ നിങ്ങൾ അവസാനം ചെന്ന് മുട്ടേണ്ടത് ഇന്ത്യൻ പട്ടാളത്തിന് മുമ്പിലാണ്. ഇന്ത്യൻ പട്ടാളം ഒരു വിഷയത്തിൽ ഇറങ്ങിയാൽ വിജയിച്ചിരിക്കണം. അത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. നമ്മൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ നമ്മുടെ അഭിമാനമാണ് നമ്മുടെ പട്ടാളം, നമ്മുടെ കർഷകർ, നമ്മുടെ തൊഴിലാളികളും. അല്ല, അങ്ങനെ നമ്മുടെ പട്ടാളം ഇറങ്ങുന്ന ഒരു വിഷയത്തിൽ അത് ഏത് രാജ്യത്താണെങ്കിലും നമ്മുടെ സ്ഥലത്താണെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ വിജയിച്ചിരിക്കണം. അത് മസ്റ്റാണ്, അത് തോൽക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സൈനിക ശക്തിയിൽ 2ാം സ്ഥാനമുള്ള ഇന്ത്യൻ പട്ടാളത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ടല്ല ഒരു ഇന്ത്യൻ ഗ്രൂപ്പിന് സാധിക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾ പൂച്ചക്കൊരു തൂക്കിയെടുത്തുകൂടെ കൊണ്ടിട്ടിട്ട് എവിടെ ഇട്ടുന്നില്ല അറിയാവോ, മണ്ടന്മാർ. അതുപോലെ ഈ സമുദായത്തെ പേര് പറഞ്ഞ് അൻവർ കാണിച്ച മറ്റു മണ്ടത്തരാണ്.
ഇതിനെല്ലാം വില കൊടുക്കേണ്ട ഈ സമുദായമാണ് അൻവറെ. അതെന്താ പണ്ടത്തറിയോ? ഇവിടെ ചിറ്റിലപ്പള്ളിക്ക് എത്ര കോടി ഉണ്ടാക്കുന്നു ഈ മറ്റേ ഇത് നടത്തി. അതിൽ എത്ര അഴിമതി നടന്നിരിക്കുന്നു. ആകെ ചിറ്റിലപ്പള്ളി കൊടുത്തിരിക്കുന്ന 50 ലക്ഷം രൂപ ടാക്സ് കൊടുത്താണ്. ഒരു 5000 കോടി കൊടുത്താൽ പോലും തീരൂല. 10-20 വർഷം കൊണ്ട് അത് മാത്രം ബിസ് നടന്നിട്ടുണ്ട്. ഇത് കൊടുത്ത് ആകെ 50 ലക്ഷം രൂപയാണ്. അതിന്റെ സത്യാവസ്ഥ പറയുമ്പോൾ ഞാൻ ഈ പുള്ളിയോട് വിളിച്ചു. പുള്ളി 1 ലക്ഷം വേണ്ടിയിട്ടില്ല. ആ ഫയലും കത്തിച്ചു കളഞ്ഞു. ഇപ്പൊ പേരേ ഇല്ല. അവനെ വീഗാലായിരുന്നു പേര് മാറ്റി. ആ പേര് ഇപ്പൊ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ എത്ര സുന്ദരമായിട്ടാണ് നിശബ്ദമായി നിന്നുകൊണ്ട് ഈ വെള്ളപ്പള്ളിയിലത്തെ മറ്റേ ചിറ്റിലപ്പള്ളിയോട് കോടികളുണ്ടാക്കിയത്. നിങ്ങളൊരു സമരം ചെയ്ത് ഏതോ ഒരു ആളവിടെ തർക്കമുണ്ടായിപ്പോൾ അയാൾ നിങ്ങൾക്ക് ചെറിയവരായിരുന്നു. നിങ്ങൾ തർക്കിയാൻ പോയി, അയാൾ പോയി. എടോ അൻവറെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മറ്റ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കഴിവുണ്ടാവും, നിങ്ങൾക്ക് ശക്തി ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ജോസ് പ്രദേശ് അറിയോ? എറണാകുളത്ത് ജോസ് ജംഗ്ഷനിൽ അവിടെ അടുത്ത് ഒരു 1/2 സെന്റ് സ്ഥലത്ത് ഒരു കൊല്ലനായിരുന്നു. എന്ത് ചെയ്താലും കൊല്ലം ഒഴിഞ്ഞു പോവില്ല. അവർക്ക് അതിന് മുൻപിൽ ഒരു ശൗര്യമായിട്ട് നിൽക്കായിരുന്നു. അന്ന് ജോസ് പ്രദേശ് തന്നെ സാമ്പത്തികമായിട്ട് യൗവന സമയമാണ്. ജോർജിയായിട്ട് ഏറ്റൊക്കെ വളരെ അടുത്ത സുഹൃത്താൽ മതി. അപ്പം ഞാനും ജോർജിയ തമ്മിലൊരു മധ്യസ്ഥയിൽ ഇദ്ദേഹത്തെ 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ അവിടെ ഇരുന്ന കൊല്ലന് അയാൾ സമ്മതിച്ചില്ല. അവസാനം അയാൾ കേസ് പോയി. എന്താ സംഭവിച്ചത്? ജോസിന്റെ സർവ്വ എതിരാളികളും ജോസ് നശിച്ചു കാണുമെന്ന് പറഞ്ഞാൽ സർവ്വ ഗ്രൂപ്പും ഈ കൊല്ലൻ്റെ കൂടെ കൂടി. അപ്പോൾ ഒരു തട്ട് കൊല്ലനും മറ്റേ തട്ട് ജോസുമായി പിടിച്ചൊടിച്ച് കുറേ വർഷം നീണ്ടുപോയി. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ കോർപ്പറേറ്റ് സ്വാധീനിച്ച് ഒരു ദിവസം തുടർച്ചയായി 2 ദിവസം അവധി വന്നപ്പോൾ തല്ലിപ്പൊളിച്ച് കളഞ്ഞൊക്കെ വേറെ ശരി. അദ്ദേഹം അവസാനം കൊല്ലം കൂടി പോയി കാക്കാട് പോയി ഒരു കുന്നത്ത് കെട്ടി അത് മരിച്ചു പോയി, കുടുംബം നശിച്ചുപോയി. അപ്പം അതുപോലെ നിങ്ങളുടെ ശത്രുക്കൾ മുഴുവൻ നിങ്ങൾക്ക് എതിര് വരും. അത് മനസ്സിലാക്കണം. നിങ്ങൾ ഇടപെട്ട കേസ് ഗൗരവം അറിയാവോ? നിങ്ങളിപ്പോൾ അവിടെ ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടി തോന്നില്ല ഈ വയനാട് ആവത്. അവിടെ എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കി. എന്നാൽ മറ്റുള്ളവർ എത്ര കോടികൾ സമ്പാദിക്കുന്നുണ്ട് അൻവറെ. അതൊരു പുഷ്പം പോലും അറിയാതെ, ഒരു കുഞ്ഞറിയാതെ അവരെല്ലാം ഒതുക്കി. അവരെല്ലാം ഏജൻസി 5000 മുതൽ 50 കോടി വരെ സംഭാവന കൊടുക്കാൻ ഏജൻസി വെച്ചിരിക്കുകയാണ് ഈ ബിസിനസ്സുകാർ. ഏറ്റവും ചുരുങ്ങിയത് 5000, 50 കോടി വരെയാണ് മാക്സിമം. അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച്. അതാ ഒരാൾക്ക് ശബ്ദിക്കരുത്. ഇപ്പോൾ ലൂലു ഗ്രൂപ്പ് എടുക്കുക. ലൂലു ഗ്രൂപ്പിനെതിരെ ഒരാൾ സംസാരിക്കാൻ പാടില്ല. കാരണം അത് വരാത്ത രീതിയിൽ അവർ പിന്നെ അവിടെ അത് അഡ്ജസ്റ്റ്മെന്റ്. ഈ ചിറ്റിലപ്പള്ളിക്കുണ്ട് കണ്ണൂർക്കാരൻ ഒരു മോഹൻദാസ് മറ്റാണ്, ഒരു സഖാവ് കൂടിയാണ്. പുള്ളിയാണ് അതിൻ്റെ ആ ഫൈനാൻസ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, പരാതിയായിട്ട് വരാൻ പാടില്ല. പരാതി വന്നാൽ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്യുക? പരാതി വന്ന് പോലീസ് അന്വേഷിക്കും, സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കും, സർക്കാർ അന്വേഷിക്കും, നാട്ടുകാർ അന്വേഷിക്കും. പരാതി നിങ്ങളുടെ പേരിൽ പരാതി വന്ന് നിങ്ങൾ ചിറ്റിലപ്പള്ളി കുറിച്ച് എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടോ? അവർ പണം മുടക്കി നയത്തിൽ നിന്ന് ബിസിനസ് കാശുണ്ടാക്കും. നിങ്ങളെ തുടങ്ങി വിജയിപ്പിക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങളുടെ 2 ലക്ഷം 2000 കിലോയുടെ സാധനം കളവുപോയി. അതൊക്കെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സംവിധാനമില്ലേ? അതിൻ്റെ പേരിലൊക്കെ ആയിട്ട് നിങ്ങൾ പരാതിപ്പെട്ട് വിജയിച്ചതെന്നാൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങളിപ്പോൾ കളിക്കുന്നത്, ഞാൻ പോപ്പുലർ ഫുഡായിട്ട് പറഞ്ഞു, നിങ്ങൾ കളിക്കുന്നത് ആരോടാണ്? കേരള പോലീസിനോടാണ്, കേരള ഭരിക്കുന്ന കക്ഷിയോടാണ്. കൊല്ലൻ്റെ ആല എന്നല്ലേ കൊല്ലൻ്റെ ഇരുമ്പ് പണിയുന്ന ശാല, ആലയിൽ നിൽക്കുന്ന മുയല് കൊല്ലൻ്റെ ഇരുമ്പയിലാണ് അടിക്കുന്നത്. പക്ഷെ വിറക്കുന്നത് മുഴുവൻ ആരാണ്? മുയലാണ്, പേടിച്ചിട്ട്. അതുപോലെ നിങ്ങൾ പറയുന്ന ഓരോ അടിയും ചെന്ന് കൊള്ളുന്നത് സഖാവ് പിണറായിയുടെ ധൈര്യത്താണ്. കേരള മുഖ്യമന്ത്രി പിണറായി വെറുതെ ഇരിക്കും സഖാവ്. ഇപ്പം ചെല്ലുവരുണ്ട് പിണറായി നിങ്ങൾ ഒത്തുകൊണ്ടും ജയിക്കുന്നതാണ്. അതൊന്നും നമുക്ക് വലിയ വിശ്വാസമല്ലേ. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. പക്ഷെ അതിൽ അത്രയും കാണുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നയത്തിലും യുക്തിയിലും ബുദ്ധിയിലും സാമർത്ഥ്യം വേണം, ക്ഷമ വേണം. അങ്ങനെ ഈ സമയത്ത് നിങ്ങൾ പ്രകോപിക്കാനും വേണ്ടി പല കോണിൽ പല രീതിയിൽ വരും. ഇത് വരുമ്പോൾ നിങ്ങൾ ചിരിക്കാനേ പാടുള്ളൂ, നിങ്ങൾ മിണ്ടാൻ പാടില്ല. ഞാൻ അനുഭവത്തിൽ പറയുന്നത് ഞാൻ കൊച്ചാള്, എന്നാൽ ചില മേഖല നമ്മൾ എതിർപ്പ് ഞങ്ങൾ ചിരിയിൽ അവസാനിക്കും, ഒന്നും പരാതിപ്പെടാൻ പോകില്ല. അവർ നിങ്ങൾ ചിരിയിൽ അവസാനിക്കുന്നത്. ഈ ജയശങ്കർ വക്കീൽ അറിയാമല്ലോ, CPI-കാരൻ നിന്നുകൊണ്ട് LDF എതിർക്കുന്ന പ്രത്യേക പിണറായി സഖാവിനെ കണ്ടുകൂടാ. അതെന്താണ്? അതുകൊണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നില്ല. പിണറായി സഖാവിനെ കമ്മ്യൂണിസ്റ്റ് സഖാവിനാൽ BJP വളരുമോ അല്ലെങ്കിൽ RS വളരും? എനിക്കറിയില്ല അതിന്, അതിൻ്റെ പിന്നിൽ പോളിസി. പുള്ളി അതുകൊണ്ട് എന്തോ നിർവൃതി കൊള്ളുന്നതിന് എന്തോ സാമ്പത്തിക നേട്ടമുണ്ടായിരിക്കാം. എങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ അൻവർ ജയശങ്കറിനെ കുറിച്ച് പറഞ്ഞ ഭാഷ, ആ പ്രയോഗം 100% ഒരു സർവസ്നേഹി എന്ന നിലയിൽ ഞാൻ എതിർക്കുകയാണ്.
അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെ ഇപ്പോൾ പറയാൻ പാടില്ല. നിങ്ങൾ എന്ത് ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിയോ അത് നിറവേറാൻ വേണ്ടി ലക്ഷ്യവും മാർഗവും, എയിം ആൻഡ് എയ്ഡ്സ്, നിങ്ങൾ ആ ലക്ഷ്യം ശരിയാകാനുള്ള മാർഗം ശരിയാക്കണം. അപ്പോൾ അതിൽ പല മാർഗ തടസ്സം വരും, അതൊക്കെ നിങ്ങൾ കണ്ണടിച്ചിരിക്കണം. അതിടിക്കാതെ നിങ്ങൾ വളരെ വികാരപരമായി ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ് സാർ അൻവർജി. ഇത് ഞാൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുമില്ല, പക്ഷെ അങ്ങനെ പറ്റിയ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞു. ഇത് അദ്ദേഹം ഇടപെട്ട് അത്ര ഗൗരവമുള്ള കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാണ് ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, കേരളത്തിൽ മുഴുവൻ. ആ ഒരു അതിനെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ അത് ആസ്വം ചെയ്ത മിസ്റ്റർ അൻവർ, PV അൻവർ, നിങ്ങൾ ഇതൊന്നും കേട്ട് കുലുങ്ങാൻ പാടില്ലായതോ. നിങ്ങൾ കുലുങ്ങിപ്പോയി എന്ത് സംഭവിച്ചു? നിങ്ങൾ എല്ലാം ഫെയിലിയറായി. ഇത് നിങ്ങളെ പുറകിൽ ആരൊക്കെ ഉണ്ടായതാലും വിജയിച്ച് കിട്ടാൻ പ്രയാസമാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇത് വടക്കേരി ഒരു സന്യാസി, ഞാൻ നിങ്ങൾക്ക് അനുഭവം അറിയാൻ വേണ്ടി, സന്യാസി ഇങ്ങനെ വെയിൽ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കായൊന്നുമല്ല, ഈ തണുപ്പാണല്ലോ അവിടെയൊക്കെ. അപ്പോൾ അത് അശോക ചക്രവർത്തി യുദ്ധം ചെയ്ത് വിജയിച്ച് സർവ്വരാജാതി രാജനായിട്ട്, കിങ് ഓഫ് കിങ് ആയിട്ട് വരാണ്. വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, മിസ്റ്റർ, ഞാൻ ഇവിടുത്തെ ചക്രവർത്തിയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഞാൻ തരാമെന്ന് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാ സന്യാസി പറഞ്ഞിട്ട് നിർബന്ധിച്ചത്, അല്ല ഞാൻ ചക്രവർത്തിയാണ്, എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ ആ സന്യാസി സ്നേഹപൂർവ്വം പറഞ്ഞു, അങ്ങന്ന് ആ നിൽക്കുന്ന സ്ഥലത്ത് അല്പം മാറി നിന്നാൽ ഉപകാരമായിരുന്നു. എന്താ കാരണം? അപ്പോൾ എനിക്ക് ആ സൂര്യപ്രകാശത്തെ കിട്ടും, ഇളം ചൂടേ, അത് തടസ്സം നിൽക്കാൻ നിങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊച്ചാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്നും ആഗ്രഹിക്കാതെ പോയി. അതാണ് യാഥാർത്ഥ്യം, അതാണ് ബുദ്ധി. ഇപ്പോൾ ഇനിയിപ്പോൾ നാളെ ജയശങ്കറിന് പോലെ വേറൊരാൾ വരും. നിങ്ങൾ 10-100 കൊല്ലം മുമ്പ് മരിച്ച അപ്പൂപ്പൻ്റെ പേര് പോലും നിങ്ങളത് കുലുങ്ങാൻ പാടില്ല. കുലുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റുപോയി. ഏതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെ നിങ്ങൾ കേട്ടില്ല, ചരിത്രം പറഞ്ഞിട്ടല്ലോ. ഗോപാലകൃഷ്ണ ഗോഖലെ ഒരു കേസ് വാദിച്ചുകൊണ്ടിരിക്കാല് അന്ന് പ്യൂൺ എന്നല്ല പറഞ്ഞല്ല, ഗുമസ്തൻ്റെ പറഞ്ഞ ഗുമസ്തൻ ഒരു തൊട്ട് കൊടുത്ത്, ആ തൊട്ട് ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം പാൻറ്റിൻ്റെ പോക്കലും കിട്ടും. എന്നിട്ട് കേസ് തുറന്നു നടത്തി. കുറേ കഴിഞ്ഞ് കേസിൽ വിജയിച്ചു. ഇദ്ദേഹം പുറത്തു പോയപ്പോൾ കൂട്ടുകാരും വക്കീൽ ചോദിച്ചു, എന്തായിരുന്നു എഴുത്ത്? അത് മറ്റൊന്നുമല്ല, എൻ്റെ ഭാര്യ മരിച്ചു. നിങ്ങൾ ഭാര്യ മരിച്ചു പോയിട്ട് നിങ്ങളിത് വേഗം പോകാത്തത്? അപ്പോൾ ആ ഗോപാലകൃഷ്ണൻ ഗോവിൽ ആ വക്കീൽ പറഞ്ഞറിയോ, എടോ എൻ്റെ ഭാര്യ മരിച്ചു, ഇനി ഞാൻ അവിടെ ചെന്നുകൊണ്ട് ജീവൻ എടുക്കാൻ പോലുള്ള, ഇത് ജീവിച്ചിരിക്കുന്നത് കക്ഷിയുടെ വേണ്ടി ഞാൻ ബാധിക്കുന്നത്, അത് ജയിക്കുക എൻ്റെ കടമയാണ്, അങ്ങനെ ജയിപ്പിച്ചു. അതുപോലെയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് മറ്റെന്തൊക്കെ പോരായി കണ്ടെങ്കിലും ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് കേട്ടാലും മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഭാഷാ ശുദ്ധിയോടുകൂടി നല്ല ഭാഷാ ശൈലിയോടുകൂടി പറയുക. അപ്പം നിങ്ങൾക്ക് ജനങ്ങളുടെ സപ്പോർട്ട്. ഈ ഒരു സംഭവം ജയശങ്കറിന് വിരോധമുള്ള പലരും ഉണ്ട് കേരളത്തിൽ, എനിക്കറിയാം. അദ്ദേഹം പലരും വെറുപ്പിക്കുന്നുണ്ട് ആവശ്യമില്ല, അനാവശ്യമായിട്ടും. എങ്കിലും ഇതോട് നിങ്ങൾ വളരെ ചീപ്പായി കൊച്ചായിപ്പോയില്ലേ. ഇനി ഇത് കേട്ട് നിങ്ങൾ കൈയടിക്കുന്നവർ നിങ്ങളുടെ മിത്രമായിരിക്കും, ശത്രുവായിരിക്കും. ഞാൻ ശത്രുവല്ല, നിങ്ങൾ അതായത് തുറന്നു പറഞ്ഞത്. അപ്പോൾ അത് മേലാൽ ആവർത്തിക്കരുത്. ഇത് വലിയ കമ്മ്യൂണൽ ഇതൊക്കെ വരും, വലിയ പ്രശ്നമാകും, ഗ്രൂപ്പിസം ഉണ്ടാവും, ജാതീയത ഉണ്ടാവും, വർഗീയത ഉണ്ടാവും. അങ്ങനെ പ്രസ്ഥാനം വളർത്താൻ വേണ്ടി ഒരു പക്ഷം ഗ്രൂപ്പുകൾ കേരളത്തിൽ ശ്രമിക്കുന്നുണ്ട്. കേരളം എന്ന് പറഞ്ഞാൽ വടക്കേന്ത്യ പോലെയല്ല. നെഹ്റു പറഞ്ഞു, ഉള്ളവരെ വർഗീയതയാണ് മോശം, വീടില്ലാത്ത വർഗീയതയേക്കാൾ ആപത്ത് വീടുള്ളതിൻ്റെ വർഗീയത. ഇവിടെ വർഗീയത വീടുള്ള വർഗീയതയായിരിക്കും, അത് വലിയ ആപത്തായിരിക്കും. അതോട് ശ്രദ്ധിക്കണം പിന്നെ അൻവർജി. ഇനി ഞാൻ അൻവർജിക്ക് അനുകൂലമായിട്ട്, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രവൃത്തിക്ക് അനുകൂലമായിട്ട് ഒരു പോയിന്റ് പറയാം. മറ്റൊന്നുമില്ല, നിങ്ങൾക്കറിയാം ഞാൻ രാഷ്ട്രീയ ജനതാദളിൻ്റെ കേരളത്തിലെ പ്രഥമ സംസ്ഥാന പ്രസിഡൻ്റാണ്. അത് ഞങ്ങൾ ഗ്രൂപ്പും RLD എന്ന സംഘടനയിൽ ലയിക്കാൻ വേണ്ടി പോയി, ചർച്ചയ്ക്ക് വേണ്ടി ഡൽഹിയിൽ പോയി. മിനിയാന്ന് കാര്യം 11-ാം തീയതി ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കൊച്ചിയിൽ പോകുന്നു, തിരിച്ച് രാത്രി 9 മണിക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ പോയ വഴിക്ക് അവിടെ ടെസ്റ്റിംഗ് ഉണ്ടല്ലോ, എല്ലാം ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ പേഴ്സ്, വാച്ച്, പിന്നെ ചീപ്പ് എന്ന് എല്ലാം ചേർത്ത് ഓരോ ഡയറിൽ ഇട്ടിട്ട് അത് കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ തിരിച്ചു വിളിച്ചു. നോക്കിയപ്പോൾ എന്താ, പണ്ട് കാലത്ത് എന്തോ ഉപയോഗിച്ച ഒരു ബ്ലേഡ്, മുഷിഞ്ഞ് നാറിയ ബ്ലേഡ്, ഒരു പൈസ വിലയില്ലാത്തത്, അതാ പേഴ്സിലുണ്ടായത്. അപ്പോൾ ഞാൻ ഒരു ബ്ലേഡ് വയ്ക്കാണ്ടെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എവിടെയെങ്കിലും പോയി ഈ ഫ്ലെക്സൊക്കെ കിട്ടാൻ ആൾക്കാർ പോകും, ഞാനും കൂടെ പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലേഡ് വെച്ചാൽ അപ്പോൾ രാവിലെ വെളുപ്പ് കിട്ടൂലല്ലോ, അതായി ബ്ലേഡ് വയ്ക്കുന്നത്. അത് ഞാൻ ഓർത്തില്ല. പക്ഷെ ബ്ലേഡ് മാറ്റി തിരിച്ചു വന്നു. അത്ര സൂക്ഷ്മമാണ് നമ്മുടെ എയർപോർട്ടിൽ ചെക്കിങ്, അത്ര സുരക്ഷിതമാണ് നമ്മുടെ എയർപോർട്ട് ചെക്കിങ്.
അങ്ങനെയുള്ള എയർപോർട്ട് ചെക്കിങ്ങിൽ വയറ്റിൽ വെച്ച് എവിടെ വെച്ച് പുസ്തകം കൊടുത്താലും അവിടെ വെച്ച് അറിയാം. അത് പിടിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇപ്പോൾ കുറേ ആൾക്കാർ പുറത്ത് പറഞ്ഞ പോലെ അവിടെ എന്തോ അട്ടിമറിയുണ്ട്, അത് പുറത്ത് വരുമ്പോൾ പിടിക്കും, അത് പങ്കിട്ടെടുക്കാനാണെന്ന് പറഞ്ഞാൽ വളരെ ശരിയല്ലേ, വളരെ സത്യമല്ലേ? എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് അൻവറിന് ബാധകമാക്കാം, അൻവർ ഇത് ഉപമിക്കാം, ഞാൻ ഇവിടെ ഒന്നും പറയാം, സംഭവം അറിയാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ പോലീസിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കസ്റ്റംസിനെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ ലോ ആൻഡ് ഓർഡർ പോലീസിനെ കുറിച്ചൊക്കെ നമുക്ക് പല പരാതികളും സത്യമാണ്. പിണറായി സഖാവിൻ്റെ പോലീസിൻ്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യുന്നതൊക്കെ ശരിയാണ്. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും നിങ്ങളിപ്പോഴും ഈ ജയശങ്കർ പറഞ്ഞ ഭാഷ ശരിയായില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് വലിയ ആപത്തിൽ കിടക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മുടെ രാജ്യമാണ് വലുത്. അപ്പോൾ ഇപ്പോൾ സീതാറാം യെച്ചൂരി സഖാവ് മാന്യനായ സഖാവായിരുന്നു. അദ്ദേഹം SFIയുടെ ദേശീയ പ്രസിഡന്റ്, അന്ന് SFIക്ക് പ്രസിഡൻ്റായിരുന്നു. അത് നമ്മുടെ CP ജോൺ സഖാവിൻ്റെ നേതാവും എൻ്റെ സുഹൃത്തുമാണ്. അദ്ദേഹമാണ് ആകേണ്ടത്. അത് പിന്നെ അന്ന് 26 വയസ്സുള്ളൂ. അന്ന് പിന്നെ യെച്ചൂരിക്ക് 32 വയസ്സുണ്ട്. അപ്പോൾ യെച്ചൂരി ആക്കി. അപ്പോൾ EMS വരെയും പറഞ്ഞത് CP ജോണിനെ ആക്കാനാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ വാസവ പുന്നയ്യ അദ്ദേഹം പിന്നെ ഇത് യെച്ചൂരിക്ക് വേണ്ടി വാദിച്ചു. എന്നിട്ട് എന്ത് ചെയ്ത് യെച്ചൂരി തന്നെ ആക്കി. ഓക്കെ, സാമാന്യം. അദ്ദേഹം ജന്മന ബ്രാഹ്മണാണെങ്കിലും ജന്മം കൊണ്ട് ബ്രാഹ്മണാണെങ്കിലും നല്ല മനുഷ്യനാണ്. നല്ല ബ്രാഹ്മണർക്ക് ഉൾപ്പെടുതല പറഞ്ഞു. പക്ഷെ അത് മുന്നോക്ക സമുദായം എന്നുള്ളതുണ്ടല്ലോ. അങ്ങനെയുള്ള ഇന്നലെ പുള്ളി ജാതി മതവും ഇല്ല. അപ്പോൾ ശവം പോലും മൃതദേഹം പോലും ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണ്. ജാതിയില്ല മതമൊന്നുമില്ല, അങ്ങനെ പോയതാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇപ്പം ഈ യെച്ചൂരിക്ക് പകരം ഒരു സെക്രട്ടറി വേണം. പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി എന്ന് അത് നിസ്സാരമല്ല, നല്ല റാങ്കാണ്, നല്ല പദവിയാണ്. CPMൻ്റെ സെക്രട്ടറി നമ്മളിപ്പോൾ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് സഖാവ് മോൻ. അത് എന്താ ഒരു വില? അത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പല സ്ഥാനങ്ങളിലും അത്ര വെയിറ്റ് ഇല്ല. ഇതാണ് വില കൂടുതൽ, പവർ കൂടുതൽ. അതുപോലെ ദേശീയ സെക്രട്ടറി വില കൂടുതലാണ്. പക്ഷെ ഒരു കാരണവശാലും CPMൻ്റെ ചുറ്റുപാടും ബാഗിന് വെച്ച് നോക്കുമ്പോഴേ ഒരു ദളിതനോ ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനൊന്നും ആകാൻ പറ്റില്ല. അപ്പോൾ ഈ CP ജോണിനെ മാറ്റിയതിൻ്റെ ഒരു പ്രധാന കാരണം അത് മലയാളിയാണ്, ക്രിസ്ത്യാനി, അതുകൊണ്ട് തന്നെയാണ്, ഞാൻ സംശയമൊന്നുമില്ല. പക്ഷേ എങ്കിലും അങ്ങനെ പോയി. പക്ഷെ അതുപോലെ ഇപ്പോൾ ബേബി ആക്കുന്ന കാര്യം പറയുന്നുണ്ട്. ബേബി ആക്കാൻ സാധ്യതയുണ്ട്. ബേബി വ്യക്തിപരമായിട്ടും അത്ര തൃപ്തികരമല്ല. പ്രത്യേകിച്ച് പിണറായി സഖാവിനും അത്ര ഗുഡ് ബുക്കിലുള്ളതല്ല. പിന്നെ വരുന്ന 2-3 പേരുകൾ പറഞ്ഞു. പക്ഷെ അതൊന്നും തപൻകുമാരൊക്കെ വരുന്നത്, അല്ലെങ്കിൽ അവസാനം കൂടുന്ന് വയോവൃദ്ധിയായ, ഇത് നമ്മുടെ പ്രകാശ് കാരൻ്റെ ഭാര്യ അങ്ങനെ ആക്കാൻ തൽക്കാലം ചാർജ് ഏൽപ്പിക്കാൻ പോകുന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് 100 വർഷത്തോളമായി. 64 CPM ഉണ്ടായത്. 64 വിട്ട് എത്ര വർഷമായി? 36 വർഷമായുള്ളൂ. പക്ഷേ ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 വർഷമാകാൻ പോകുന്നു ഇന്ത്യയിൽ. 100 വർഷമായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചതെന്ന് ഇതേവരെ ഒരു ചിന്ത പോലും പാർട്ടിയുടെയിലോ പൊളിക്കൂടയിലോ വന്നിട്ടില്ലല്ലോ. കേവലം 2 സീറ്റുണ്ടായിരുന്ന BJP ഇന്ന് ഏകപക്ഷീയമായിട്ട് ഒറ്റയ്ക്ക് പോലും 10 വർഷം ഭരിച്ചു ഇന്ത്യ. ഇപ്പോൾ ചെറിയ കൂട്ടമുണ്ടല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എൻ്റെ സഖാക്കളെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നൂറ്റാണ്ട് ആകാൻ പോകുന്ന നിങ്ങൾ, ഇന്നലെ ഞാൻ പറഞ്ഞു, വീണ്ടും പറയാണ്, നിങ്ങളും ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഈ താഴോട്ട് പോകുന്നത്, അത് നിങ്ങൾ നയിക്കുന്നത് ഒരു സവർണ വിഭാഗമാണ്. അതിപ്പോൾ മാറാൻ പറ്റില്ല. നല്ല പടുവൃദ്ധരാണ്. ഇപ്പം ഈ സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ 72 വയസ്സാണ്. സീതാറാം യെച്ചൂരിയാണ് പോളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ. മനസ്സിലായോ? ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ സീതാറാം യെച്ചൂരി അന്ന് പറഞ്ഞു. ആ പടുവൃദ്ധന്മാരെ കൊണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. എങ്ങനെ പ്രസ്ഥാനം വളരും? ഇത് വാസ്തവത്തിൽ ഞാൻ നിങ്ങൾക്ക് പിണറായി സഖാവിൻ്റെ കാര്യം പറയാം. ഈ ജോൺ ബ്രിട്ടാസ് ഇല്ലേ, ജോൺ ബ്രിട്ടാസ് പഴക്കം കുറവാണ്, പാരമ്പര്യം കുറവാണെങ്കിലും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും മറ്റുള്ള ഇംഗ്ലീഷ് പോകാനൊക്കെ പുള്ളി ചില കഴിവുകേട്ട്. അതുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിനെ പത്ര മേഖലയിൽ പിന്നീട് അഡ്വൈസറായിട്ട് പിണറായി വെച്ചത്. അത് വലിയ ബുദ്ധിയാണ്, അത് ഞാൻ പിന്നെ പറയാം. അപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ആക്കാം. പക്ഷെ ആക്കൂല. അതുകൊണ്ട് അദ്ദേഹം ജന്മനാ ക്രിസ്ത്യാനിയായി പോയി, ന്യൂനപക്ഷക്കായി മലയാളിയായി പോയി. ആക്കൂല. ഇനി ആരെയാണ് ആക്കുന്നത്? ഏതെങ്കിലും പടുവൃദ്ധിയായ സ്ത്രീ, നമ്മുടെ സുഭാഷ് അലിയൊന്നും ആക്കൂല. 80 ആയിട്ടോ. ഇവർക്ക് 78 വയസ്സുണ്ട് ഈ പ്രകാശ് കാരൻ്റെ വൈഫിന്.
അത് അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആശയം മാത്രം മതിയോ? കണ്ണെത്തുന്നിടത്ത് ശരീരം എത്തണ്ടേ? മനസ്സെത്തേണ്ടത് ശരീരം എത്തണ്ടേ? അല്ല, കണ്ണും മനസ്സും മാത്രം മതിയോ? ശരീരം എത്തണ്ടേ? അത് പ്രായം ഒരു ഘടകം തന്നെയാണ്. ഞാൻ ഉൾപ്പെടെ എന്നെ ഉൾപ്പെടെ ഘടകം തന്നെയാണ്. അതൊന്നും വായിക്കാതെ നിരന്തരമായിട്ട് ഈ പ്രസ്ഥാനത്ത് കൂടി വേടി മുന്നോക്ക ജാതിയിലെ വൃദ്ധന്മാർ, മുന്നോക്ക ജാതി പോട്ടെ, ചെറുപ്പക്കാരുടെ പോട്ടെ, ഓടി കിടന്ന് കാര്യം നടക്കും. വൃദ്ധന്മാരെന്നല്ല, പടുവൃദ്ധന്മാരാണ്. അങ്ങനെ എന്നൊരാൾ പറഞ്ഞ് ഇങ്ങനെ പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇന്ത്യയിൽ തകരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഇതേ ഞാൻ കൗണ്ടർ ഇട്ട് കഴിഞ്ഞ് തകർന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ തകർന്നിട്ട് വർഷങ്ങളായി. CPI പോലും തകർത്ത് വർഷങ്ങളായി. CPI പോലും തകർത്ത് വർഷമായി. ഇവരിൽ എവിടെ പോയി? ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ MP മാരൊക്കെ ഉണ്ടായിരുന്നു? അവരിൽ എവിടെ പോയി? അതിന് കാരണം ഈ ഒരു പിടി സമ്പന്ന സവർണ വരേണ്യ വൈദേശിക വർഗമാണ് അവർ നയിക്കും, നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി വളരില്ല. BJP സംബന്ധിച്ച് ഇന്നലെ പറഞ്ഞില്ലേ, പല പല മാറ്റങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ദളിതനൊക്കെ ആക്കിയത്. ഒരു ചിന്തയും ഒരു മാറ്റം വരാത്ത ഒരു പാർട്ടി ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CPIയുടെ അവസ്ഥ തന്നെയാണ്, കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പക്ഷെ അത് ശരിയാണ്. അപ്പോൾ ചെറിയ പാർട്ടികളുണ്ടാണ്. ഈ അടുത്ത കാലത്താണ് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ രാജ്യസഭയിൽ കിട്ടില്ല, ഒരു മുസ്ലിം ചെറുപ്പക്കാരന് കിട്ടില്ല, നിൽക്കക്കളില്ല, 4 മന്ത്രി ഉണ്ടായിട്ടും കിട്ടില്ല. അതുപോലെ നിൽക്കക്കില്ല, ക്രിക്കറ്റ് ഇങ്ങനെ കുത്തി 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 നിരന്തരം പ്രവർത്തിച്ചിട്ട് അവസരം ഒരു മുസ്ലിം പോകട്ടെ എന്ന് വെച്ചു. അതുപോലെ സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്ത് ആഗ്രഹം വന്നു. പക്ഷെ അത് പിണറായി സഖാവ് ജോസ് കെ മാണിയെ പകരം വിട്ട് സീതാറാം യെച്ചൂരി രാജ്യസഭ മെമ്പർ ആക്കാതെ അത് തകർത്തുകളെ, പവറില്ലാത്ത തകർത്തുകളെ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ സീതാറാം യെച്ചൂരിക്കൊക്കെ സഖാവ് പിണറായിയുടെ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകില്ല. ഫണ്ട് എവിടെയുള്ളൂ, മറ്റൊന്ന് സ്ഥലത്ത് ഭരണമില്ല, ഫണ്ട് കിട്ടുള്ളൂ. ഭരണം ഉണ്ടായിട്ട് പോലും ഫണ്ട് കിട്ടാതെ പിന്നെ അഴിമതി ചെയ്യുമ്പോൾ പിന്നെ ഭരണം ഇല്ലാത്ത കാര്യം അറിയാമല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ അതും വിജയിച്ചില്ല. ഇതിൻ്റെയൊക്കെ വരുന്നത് ഞാൻ വ്യക്തമായിട്ട് പറയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകം DYFIയും SFIയും കമ്മ്യൂണിസ്റ്റ് സഖാക്കളൊക്കെ രക്തവും മജ്ജയും മാംസവും ജീവനും കൊടുത്താണ് പല അനാചാരങ്ങൾക്കും അനീതിക്കുമെതിരെ ഇന്ത്യയിൽ പോലും പൊരിയത്, കേരളത്തിൽ പോലും പൊരുതിയത്. നമ്മുടെ അന്തോണി ഒരു ബില്ല് കൊണ്ടുവന്നില്ല, കർഷക ബില്ല്. ആ കർഷക ബില്ല് എന്താ പറഞ്ഞത്? അവിടെ തവളയും മത്സ്യം പിടിക്കാൻ ജന്മിക്ക്, കൃഷി നെല്ലുണ്ടാക്കാൻ മാത്രമേ ഈ പാട്ടക്കാനുള്ളൂ. ആ നിയമം ഗൗരിയമ്മയുടെ ബില്ല് വന്നപ്പോൾ അതൊക്കെ മാറ്റിക്കളഞ്ഞു. അതാണ് കോൺഗ്രസിലെ പുരോഗമനവാദി അന്തോണിയുടെ ബില്ല്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾക്കല്ല മീശ വെച്ച് നടന്നാൽ കമ്മ്യൂണിസ്റ്റ് അറിഞ്ഞ് പോലീസ് തല്ലിച്ച ഒരു ഭൂപ്രഭുക്കളുണ്ടായ രാജ്യമാണ് നമ്മുടെ കൊച്ചു കേരളം, എറണാകുളം, ചേർത്തലയൊക്കെ. അവിടെ നിന്നാണ് ഇന്ന് തലയുയർത്തി നിൽക്കാൻ പറ്റിയ കമ്മ്യൂണിസ്റ്റ് വളർത്തിക്കൊള്ളുന്നത്. അത് ഒരുപടി പാടുപെട്ടുണ്ട്. നല്ല വട്ടച്ചേമ്പിൻ്റെ ഇലയിലാണ്, റോഡിലാണ്, ന്യൂസ് പേപ്പറിലൊക്കെയാണ് അവർ ചുമരെഴുതി പ്രചരണം നടത്തി പാർട്ടി വളർത്തിയത്. വളർന്നു കിട്ടിയ പാർട്ടി അധികാരത്തിൽ കയറിയപ്പോൾ പിന്നെ അവർക്ക് സുഖലോലുപരാകണമെന്ന് മാത്രമല്ല, രാജകുമാരെ പോലെ ഇന്ന് ഏറ്റവും കൂടുതൽ സുഖിക്കുന്ന 2 വർഗം ലോകത്തുള്ളതാണ്, അല്ലെങ്കിൽ കേരളത്തിലുള്ളൂ. ഒന്ന് സഭ മേലധികാരികളും പിന്നെ CPMൻ്റെ ആൾക്കാർ. സുഖമല്ലേ? ചോദിക്കാൻ ആളില്ല. മറ്റു കോൺഗ്രസ്സുകാരെ ഒരു പെണ്ണോടിക്കാൻ പോയാൽ 10 ആളപ്പം ചോദിക്കും. ഒരു 10,000 കൈക്കിലോ വാങ്ങിച്ചാൽ 100 ആൾ ചോദിക്കും. CPM കൈക്കിലോ വാങ്ങിച്ചാൽ ഒരു കുഞ്ഞുമിട്ടില്ല. പെണ്ണോടിക്കാൻ പോയാലും കാവലൊക്കെ ഉള്ളൂ. അതിന് നമുക്ക് ചില കേസുകൾ അറിയാം. അത്ര സുഭിക്ഷമായിട്ട് ജീവിക്കുന്ന 2 വർഗം കേരളത്തിലുണ്ടെങ്കിൽ അത് സഭാ നേതൃത്വവും പിന്നെ CPMൻ്റെ നേതാക്കളുമാണ്. അങ്ങനെ സുഖലോലുപരായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? കാലത്തിൻ്റെ നീതി എന്നല്ലാതെ അത് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നിലക്ക് നിൽക്കുമ്പോൾ ഇന്നത്തെ വലിയ പ്രതീക്ഷ ഒന്നും കാണുന്നില്ല. മാത്രമല്ല, അൻവർ ഈ കാര്യത്തിൽ എന്തുമാത്രം വിജയിക്കുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം, അത് വേറൊന്നുമില്ല. ഇപ്പം RS നേതാക്കളെ കാണാൻ ADGP, അതായത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം DGP പോയി, രഹസ്യമായിട്ടോ അല്ലെങ്കിൽ പരസ്യമായിട്ട് പോയി എന്നുള്ളതാണ്. അതിൽ ഈ RS ഇന്നലെ ഷംസീർ പറഞ്ഞില്ലേ, RSS എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് അതൊരു യാഥാർത്ഥ്യമായി ഇന്ത്യയിൽ. അപ്പോൾ അതിനെ നമ്മൾ കൊഞ്ഞനം കുത്തി കാണിച്ച് ഒരർത്ഥമില്ല. ചന്ദ്രൻ ഉദിച്ചു വരുമ്പോൾ പട്ടി കൊച്ചോ, ചന്ദ്രൻ ഉദിക്കാതിരിക്കുമോ? സൂര്യക്ക് പട്ടി കൊടുക്കില്ല, കാരണം ചോട് കണ്ടുപോയില്ലേ? അപ്പോൾ അതുപോലെ ഇനി നിങ്ങൾ RSS വിരോധം പറഞ്ഞ് BJP വിരോധം പറഞ്ഞ് ഇന്ത്യയിൽ വിലപ്പോവില്ലെന്നേ. അത് രാഷ്ട്രീയ ഭാഗമായി, അത് യാഥാർത്ഥ്യം. അവർ കക്ഷി ഭരിക്കാൻ നിൽക്കട്ടെ, ഇലക്ഷൻ നിൽക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ ഇനി കേരളത്തിലാണെങ്കിൽ ഇനി BJP മാറ്റി നിർത്താൻ, BJP പിണറായി ഗ്രൂപ്പിൽ നിങ്ങൾ ഒത്തുപിടിക്കുക, എന്നിട്ട് RSS ഗ്രൂപ്പിലും BJP ഗ്രൂപ്പും നിങ്ങൾ മുന്നണിയിൽ ചേർക്കുക. അപ്പോൾ നിങ്ങളൊരു മുന്നണി, ഇപ്പോൾ UDF വേറെ മുന്നണി, 2 മുന്നണി പിടിക്കുക, എന്നിട്ട് ആരും ജയിക്കട്ടെ, വോട്ട് കിട്ടി ഒരു ഭരിക്കട്ടെ, നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നേ.
അല്ല തൊട്ടുകൂടാത്ത പാർട്ടി അത് മാറ്റി നിർത്താൻ പറ്റിയതല്ല BJP എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാലം മാറി വരും, എല്ലാം മാറ്റം വരും. പിന്നെ കീറി എറിയിക്കെടുക്കും. അല്ല, അന്ധമായ RS വിരോധം പറഞ്ഞ് നടക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നല്ലല്ല എന്ന് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. അതേ സ്ഥാനത്ത് പ്രശ്നാധിഷ്ഠമാക്കണം. തെറ്റെണ്ണി തിരുത്താൻ സംശയമൊന്നുമില്ല, എതിർക്കുകയും ചെയ്യണം. പക്ഷേ അന്ധമായി എതിർപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തിക്കൽ മാത്രമല്ല, നിങ്ങൾ അന്ധമായി BJP എതിർത്ത് എന്താ കിട്ടുന്നത്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിൻ്റെയും വാക്കുകേട്ട് നിങ്ങൾ അവർ സപ്പോർട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഞാൻ വ്യക്തമായിട്ട് കണക്ക് ഹാജരാക്കാണ്. നാളെ തെരുവിലേക്ക് ഇറങ്ങും, എനിക്ക് പ്രസംഗിക്കേണ്ടി വരും. ആ സമയത്ത് കൊഞ്ഞനെ കാണിച്ച കാര്യമില്ല. നിങ്ങൾ ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും വോട്ട് ചെയ്തു, എന്നിട്ട് നിങ്ങളെ എവിടെ വളർത്തി? ഇത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 10% അവകാശം ഉണ്ടായിരുന്ന സ്വത്തിന് അവകാശം ഉണ്ടായ മുസ്ലിങ്ങൾ ഇന്ന് 1% താഴെയായി. ആദ്യത്തെ പാർലമെന്റിൽ 340 സീറ്റുള്ളപ്പോൾ 100ഓളം മുസ്ലിം MP മാരുണ്ടായിരുന്നു. അത് കുറഞ്ഞു വരുമ്പോൾ ജനസംഖ്യ അതിന് എത്രയും 36 സ്ഥാനത്ത് 4 ഇരട്ടി കൂടിയപ്പോൾ 300 സ്ഥാനത്ത് 540 ആയപ്പോൾ 10-12 പേരായി. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ വളർത്തിയോ കോൺഗ്രസ് വളർത്തിയോ? അതുകൊണ്ട് കോൺഗ്രസ്സിന് നമ്മൾ അതാണ് ദൈവം എന്ന് വെച്ച് BJP എതിർക്കേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റാണ് ദൈവം എന്ന് പറഞ്ഞാൽ BJP എതിർക്കേണ്ട കാര്യമില്ല. BJPയും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഒരുപോലെ നിങ്ങൾ കണക്കാക്കിയിട്ട് BJPക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് ബുദ്ധി. ഞാൻ നിങ്ങൾ പറഞ്ഞ തമാശ പറഞ്ഞില്ല, ഇത് വലിയ യുക്തിയാണ്, വലിയ ഫിലോസഫിയാണ്, വലിയ മനഃശാസ്ത്രമാണ്. നിങ്ങൾ ഈ മുസ്ലിം സമുദായം, ഇന്ത്യയിൽ മുസ്ലിം സമുദായം 10% നിങ്ങൾ BJPക്ക് മോഡിക്ക് അമിത്ഷാക്ക് സപ്പോർട്ട് ചെയ്ത് തന്നെയല്ലോ. നിങ്ങൾ പ്രധാനമന്ത്രി വരെ തരുമായിരുന്നു, ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഇതിപ്പോൾ തുടങ്ങില്ല, ഒരു MP പോലും ഇല്ല. കാരണം ഞാനല്ല പറഞ്ഞോളൂ, കറക്കാൻ ചെല്ലുമ്പോൾ തട്ടുമ്പോൾ ദേഷ്യമല്ലേ ഇത്? അവർ എന്തെങ്കിലും ആലോചന കൊടുത്ത് സമ്മതിക്കാതെ വയ്ക്കുമ്പോൾ ഉടനെ ഇല്ലാത്ത എതിർപ്പുണ്ടെങ്കിൽ അകന്നകന്ന് പോകും. അത് ബുദ്ധിയല്ല. ബുദ്ധി എന്താണ്, നയം എന്നറിയോ? ഞാൻ ഇന്നലെ പറഞ്ഞ വാക്ക് നിർത്തണം. എന്താണത്? കട്ടൻ ചായക്ക് കടപ്പം കൂടി പോയാൽ അതിന് കുറക്കാൻ നമ്മൾ എന്താ ചെയ്യുക? കുറച്ച് ചൂട് ചേർക്കും, അങ്ങനെ ഡൈല്യൂട്ടാക്കും. അതുപോലെ അങ്ങനെ സംഘപരിപാലന ശക്തമായി എതിർപ്പൊക്കെ വർഗീയതയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ നിന്നുകൊണ്ട് വേണം അതിനെ തിരിച്ചെടുക്കാൻ. അതാണ് ബുദ്ധി, ലോക തത്വം അതാണ്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് അൻവർ, ഞാൻ എതിർത്തല്ല അൻവർ കുറച്ചുകൂടി മിതത്വം പാലിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നന്ദി. ജയ് ഹിന്ദ്.